അവൻ പകല് മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ഷീണിച്ചു വരെയാണ്. ഇവിടെ നിന്ന് കരച്ചിലും പിഴിച്ചിലും നടത്താതെ ഇത്തിരി സന്തോഷം കൊടുക്കവന്. ഓ അയമനെ പായസം വല്ലതും ബാക്കിയുണ്ട് ഇച്ചിരി അളിയനെടുത്ത് കൊടുക്ക്. ഇത്തിരി മധുരം കഴിച്ചിട്ട് ഐശ്വര്യമായിട്ട് ജീവിതം തുടങ്ങട്ടെ. ഓ മധുരം കഴിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പറ്റിയൊരു ജീവിതം. കല്യാണ മണ്ഡപത്തിൽ നിന്ന് ജീപ്പിൽ കയറ്റി നേരെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലോട്ടാ. നാട്ടുകാരിനി അറിയാനും പറയാനും ഒന്നുമില്ല. നീ പിന്നെ നാട്ടുകാരുടെ നേതാവാണല്ലോ. വാ. നിന്നെ ഇടിച്ചോടാ പോലീസുകാര്? ആ അവരിടിക്കുകയും ചെയ്ത് ഗരുഡൻ തൂക്കവും തൂക്കി അവസാനം അവർ ഉരുട്ടിയും കൊന്നു. ഈ നിക്കണത് അളിയന്റെ പ്രേതമാണ്. നീ നിന്റെ പാട് നോക്കി പോടി. അല്ലെങ്കിൽ മുമ്പേ സംസാരിച്ച പോലെ നിന്നോട് ഞാൻ പേഴ്സണലായിട്ട് വല്ലതും സംസാരിക്കണം. എടാ നിന്നോട് ഞാൻ പലതവണ വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഈ കല്യാണം, എന്നിട്ട് നീ കേട്ടില്ലല്ലോ. ഇപ്പൊ നീ അനുഭവിക്ക്. നീ എന്ത് വർത്താനാ ലക്ഷ്മി പറയുന്നത്? ഈ കല്യാണം കൊണ്ടാണോ അവൻ ഈ ഗതി വന്നത്? അതിപ്പോ നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ ആങ്ങളയുടെ മോളെ ഇവൻ കെട്ടിയിരുന്നെങ്കിലും ആ ഡോക്ടർ പെങ്കൊച്ച് ഇതുപോലെ കള്ളപ്പരാതി കൊടുത്തേനെ. പക്ഷേ ഒരു പോലീസുകാരനും ആ കല്യാണ മണ്ഡപത്തിലേക്ക് കാല് കുത്തില്ലായിരുന്നു. അത്രയ്ക്കുണ്ട് എന്റെ ആങ്ങളയുടെ പവർ, അറിയാമോ? പിന്നെ ആങ്ങളുടെ ഒരു പൗഡർ എന്ന് വെച്ചാ പാറാമാവനല്ലേ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി. ആരാവിടെ? ആരാന്നാ ചോദിച്ചത്? ആരാ അവിടെ? എന്താച്ചാ എന്തു പറ്റി? ശശാങ്ക, ഇവിടെ ആരോ കേറി വന്ന പോലെ എനിക്കൊരു തോന്നല്. ഇവിടെ ഇപ്പൊ ആര് വരാനാണച്ചാ? കല്യാണം ഇവിടെ വല്ല വിരുന്നുകാരുമായിരിക്കും. വിരുന്നുകാരാണെങ്കിൽ ആരാന്ന് ചോദിക്കുമ്പോ തിരിഞ്ഞോടൂ. അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടാവല്ലോ. വല്ല കള്ളന്മാരായിരിക്കും. കല്യാണം നടന്ന വീടല്ലേ, സ്വർണ്ണമൊക്കെ ഒരുപാടുണ്ടെന്ന് അറിയാല്ല. അതൊക്കെ അടിച്ചുകൊണ്ട് പോകുമെന്നായിരിക്കും. അച്ഛനോട് നിൽക്ക്, ഞാനിപ്പോ വരാം. ശശാങ്കേട്ടാ, എന്താ? നീ അകത്തോട്ട് പോടി. ഇതെന്താണാവോ? ആര് നിക്കടാ അവിടെ? നിക്കടാ അവിടെ. എന്താനു എന്തു പറ്റി? അയ്യോ,
കരയുവാണോ? എന്തു പറ്റി? അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടാണോ? അതൊന്നും കാര്യമാക്കണ്ട. അതൊരു മഴ പെയ്ത്ത് മാത്രമാ. നാളെ രാവിലെ പെയ്തൊഴിഞ്ഞ ആകാശം പോലെ അമ്മയുടെ മുഖമൊക്കെ അങ്ങ് തെളിയും. പിന്നെ കുതിരപ്പന്തി വീട്ടിലെ ചെല്ലക്കുട്ടിയല്ലേ അനുക്കുട്ടി? എനിക്ക് പോണോ ഇവിടുന്ന്? പോവാനോ? എവിടേക്ക്? എനിക്ക് എന്റെ അമ്മക്കുട്ടിയെ കാണണം. എനിക്ക് എന്റെ വീട്ടിൽ പോണം. അമ്മക്കുട്ടിയുടെ അടുത്ത് കിടന്നാലേ എനിക്ക് ഉറക്കം വരും. എന്തൊരു കഷ്ടമായി ചെല്ലക്കുട്ടിയുടെ കാര്യം. അമ്മക്കുട്ടിയല്ലേ അനുഗ്രഹിച്ച് ഇങ്ങോട്ട് കയറ്റി വിട്ടത്. ഇനി അനുക്കുട്ടിയുടെ വീട് ഇതാണെന്നും പറഞ്ഞ് പിന്നെ രാത്രി അങ്ങോട്ട് പോണമെന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും? അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. അതൊന്നും എനിക്കറിയണ്ട. നാട്ടു നടപ്പ് ശീലങ്ങളും ഒന്നും എനിക്കറിയണ്ട. എന്റെ ശീലങ്ങളും എന്റെ ജീവിതമൊക്കെ എന്റെ അമ്മക്കുട്ടിയാ. എനിക്ക് എന്റെ അമ്മക്കുട്ടിയുടെ കൂടെ അല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് എന്റെ അമ്മക്കുട്ടിയെ ഇപ്പൊ കാണണം. അനു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ വീട്ടില് വേറെ ആൾക്കാരില്ലേ? അനുവിന്റെ ഈ കരച്ചിലും ശാഠ്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ തന്നെ ഇന്നിവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അനുവിന് അറിയത്തില്ലേ? പ്ലീസ്, എനിക്ക് എന്റെ അമ്മക്കുട്ടിയെ കാണണം. എന്റെ ശങ്കരമംഗലത്ത് പോണം. ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചു പോകും ഞാൻ. ഞാനിങ്ങ് പോന്നു. എനിക്ക് വയ്യ അമ്മ. അവിടെ നിന്ന് ഞാൻ ചാവും. എന്തിനാ അമ്മ എന്നെ എവിടുന്ന് പറഞ്ഞു വിട്ടത്? 18 വയസ്സായപ്പോഴേക്കും എന്നെ കെട്ടിച്ചു വിടണോന്ന് എന്തിനാ അമ്മ നിർബന്ധം പിടിച്ച്? എന്റെ ചിറകുകളെ നിങ്ങൾ മുറിച്ചു കളഞ്ഞില്ലേ? എന്റെ പൊന്നും മോളെ, മോളെ ചക്കി. നന്ദേട്ടാ, ചക്കി, നമ്മുടെ മോള് ചക്കി ഇപ്പൊ ഇവിടെ വന്നു. താൻ എന്തൊക്കെയാ പറയുന്നേ? അനുക്കുട്ടി ഇവിടെ വന്നെന്നോ? അവള് കുതിരപ്പന്തി വീട്ടിലാ? ഇല്ല നന്ദേട്ടാ, വന്നു. എന്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു. അവള് പുറത്ത് നിപ്പുണ്ടാവും. നന്ദേട്ടൊന്ന് വന്ന് നമുക്കൊന്ന് പോയി നോക്കാം. വാ നന്ദേട്ടാ, വാ. വേഗം വാ നന്ദേട്ടാ, അവളെവിടെ ഉണ്ട്. വാ വാ. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം നന്ദേട്ടാ. എനിക്ക് അവളെ ഇപ്പൊ കാണണം. അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട് നന്ദേട്ടാ, പ്ലീസ്. മരുമകളായി വരണമെന്ന് ആഗ്രഹിച്ച പെണ്ണിനെ കൈ പിടിച്ച് വിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് കയറ്റാൻ കഴിയാതെ പോയൊരമ്മ. സ്വന്തം മകനെ കല്യാണ മണ്ഡപത്തിൽ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് കാണേണ്ടി വന്ന ഭാഗ്യം കിട്ട ഒരമ്മയെ ഞാൻ. മനസ്സിലായോ?
അതിന് ഇവരെന്ത് പഴച്ചു? നിന്റെ മോനെ ചതിച്ചത് എന്തിനാണെന്ന് നീ ആ ഡോക്ടർ പെണ്ണിനോട് പോയി ചോദിക്ക്. നിന്റെ സാമർഥ്യവും ചാട്ടവും തുള്ളലും ഒക്കെ അവിടെ ചെന്ന് കാണിക്ക്. അത് ഞാൻ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്തോളാം. ഇപ്പൊ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രം. പതിനെട്ട് വയസ്സ് തികഞ്ഞ ഉടനെ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് അയച്ചത് എന്തിന്? അത് ഞങ്ങളുടെ കുടുംബജോത്സ്യം പറഞ്ഞിട്ട്. എന്നിട്ടിപ്പൊ കുടുംബജോത്സ്യനല്ലല്ലോ ഉറക്കം പോയത്. ആ അതെ, കുടുംബജോത്സ്യൻ കബഡി പലകയെ തലയിൽ വെച്ച് കിടന്ന് ഉറങ്ങുക. നമ്മളൊക്കെ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? ജ്യോത്സ്യം പറഞ്ഞ് അപ്പൊ നല്ലൊരു ആലോചന ഒത്തുവന്നു. രണ്ടു കൂട്ടരും കൂടി ആലോചിച്ച് നടത്തിക്കൊടുത്ത്. അത് തന്നെ. അത് തന്നെ. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ആശ്വസിക്കാം. ഉറക്കം പോയതേ ജോത്സ്യനോ ശങ്കരമംഗലത്തുകാർക്കോ അല്ല, കുതിരപ്പന്ത് വീട്ടുകാർക്കാ. ഇപ്പൊ ആഴി എരിയുന്നത് എന്റെ നെഞ്ചിനകത്താ. പതിനെട്ട് വയസ്സ് തികഞ്ഞ പാടെ മകളെ നിങ്ങൾ കെട്ടിച്ചു വിടണമെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട അവളെ. അയ്യോ, എന്തായി പറയുന്നേ? ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് വേണ്ടെന്നോ? ഞങ്ങളുടെ പ്രാണനാ ഇവള്. ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രാണൻ. പക്ഷെ ഒരു ചോദ്യം കൂടി. എന്തിനാ മകളുടെ രോഗവിവരം മറച്ചുവെച്ച് എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചത്? മോൾക്ക് ഭർത്താവായിട്ട് ഒരു ഡോക്ടർ വന്നാ ആയുഷ്കാലം മുഴുവൻ ചികിത്സ ഫ്രീ ആയിരിക്കും എന്ന് കരുതിയാവോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്നെ കെട്ടിച്ചൂടേണ്ടത് വല്ല ഊളംപാറക്കായിരിക്കണമല്ലാടി. നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. രോഗിയായ മകളെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് തടി ഉരുക. അതുകൊണ്ടാണല്ലോ ചുഴലി ദീനക്കാരിയെ എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചത്. ഒന്ന് നിർത്തമ്മേ. എന്ത് കാര്യം പറഞ്ഞിട്ട് അമ്മയെ സംസാരിക്കുന്നേ? അനുവിന് ടെൻഷൻ കൂടി ഒന്ന് തലചുറ്റി വീണു. അത് ഡോക്ടർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ പറഞ്ഞതുപോലെ ഞാനൊരു ഡോക്ടറാ, എനിക്കും മനസ്സിലാവും കാര്യങ്ങള്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താ? ഇനി അനുവിന് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ തന്നെ ഞാനത് സഹിച്ചോളാം. പ്രശ്നം തീർന്നില്ലേ? അളിയാ, അങ്ങനെ തന്നെ വേണോളിയാ അത്. ഓഹോ, അപ്പൊ അമ്മായിയപ്പനെയും അമ്മായിമ്മയും കണ്ടപ്പോ എന്റെ മോന് വായിൽ 10 നാക്ക്. അമ്മയോട് നേർക്ക് നേർ നിന്ന് തർക്കോത്തരം വരെ പറയാനായി അല്ലേ? കാണിച്ചു തരാം ഞാൻ. ഇതുകൊണ്ട് തൃപ്തിയായടാ എനിക്ക്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ദുഃഖിക്കുന്ന, ഏറ്റവും നശിച്ച ദിവസം ഇന്ന്. നിന്റെ കല്യാണം. ഈ ശല്യത്തെ അത്ര ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഞാനൊരു യുദ്ധം ചെയ്ത് സ്വന്തമാക്കിയത്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്നത്. എന്താ പൊള്ളിയോ? അമ്മക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന പൊന്നുമോൾക്ക്
ഞാൻ കെട്ടിപ്പിടിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? അതെ, ഞാൻ ഭർത്താവ്. എനിക്കിതിനുള്ള അധികാരമുണ്ട് കേട്ടോ. എന്നാലും ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ട് ശല്യമൊക്കെ ആയി ഓർക്കുമ്പോ താൻ എന്തിനാണോ എല്ലാവരുടെയും കാര്യം നോക്കുന്നത്? എന്നെ സംബന്ധിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. താൻ എനിക്ക് ശല്യമാടോ, സത്യം. സത്യമായിട്ട് ഞാൻ ശല്യമാണോ? അതെ, മധുരമുള്ള ശല്യം. താൻ താഴേക്ക് ചെല്ല്, പോയി ഒന്നാന്തരൊരു കോഫി എടുത്തോണ്ടോ. അയ്യോ, എന്തുപറ്റി? എനിക്ക് കാപ്പിയിടാനൊന്നും എനിക്ക് അറിയില്ല. എന്റെ ദൈവമേ. ശരി, കാപ്പി എടുക്കണ്ട, ചായ എടുക്കണ്ട, എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? ഇല്ല, ഇനിയെല്ലാം ഒന്നേന്ന് പഠിക്കണം. ശരി, പഠിച്ചാ മതി. കാപ്പി എടുക്കാൻ അറിയത്തില്ലെങ്കിലും താഴേക്ക് ചെല്ല്. തന്നെ ഇങ്ങനെ മിടിമിടിക്കായിട്ട് അമ്മയും അച്ഛനും യമുനേച്ചൊക്കെ കാണട്ടെ. ചെല്ലടോ. ഇന്നലെ നടന്ന ഒന്നും ഓർക്കണ്ട. രാവിലെ ചെന്ന് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അടിച്ച് ഇടിച്ചങ്ങ് കേറിക്കോ. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇവിടത്തെ അമ്മക്കുട്ടിയുടെ ചെല്ലക്കുട്ടിയായിട്ട് മാറിയിക്കണം. ചെല്ലേ. എന്നാലും നമ്മുടെ കുടുംബത്ത് വന്നു കയറിയൊരു വഹന്തേ വല്ല പൂച്ചക്കുഞ്ഞു ആയിരുന്നെങ്കിൽ ചാക്കി കെട്ടിക്കൊണ്ടുപോയി കളയായിരുന്നു. ഇതിപ്പോ അത് പറ്റില്ലല്ലോ. നാട്ടുകാര് കാണാൻ താലി കിട്ടിയില്ലേ? ആ, നാട്ടുകാര് മാത്രമല്ലല്ലോ, പോലീസുകാര് സാക്ഷിയില്ലേ? എന്ത് ചെയ്യാനാ? കുടുംബത്തിന്റെ സുഹൃതക്ഷയം അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? ആ, കുടുംബത്തിന് സുഹൃതക്ഷയാണെങ്കി എന്താ, അവന് സുഹൃതമല്ലേ? അമ്മയ്ക്ക് ഭയങ്കര പുന്നാരായിരുന്നല്ലോ ഡോക്ടർ മോനോട്. 10 തോറ്റ എന്നോട് പുച്ഛവും. അമ്മേ, ഞാൻ 10ാം ക്ലാസ് എഴുതിയെടുക്കാൻ പോവാ. അതെന്തിനാ ഇപ്പോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മേ, വരുന്നുണ്ട്, മൊയിലുദ്ദീനും വരുന്നുണ്ട്. ഓ, ഗുഡ് മോർണിംഗ്. ആ, സൂര്യൻ ഉദിച്ചിട്ട് നേരം കുറേ ആയി. അതിപ്പോ ആര് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിലും പൂവും കോഴി കൂവിയില്ലെങ്കിലും സൂര്യൻ ഉദിക്കുമല്ലോ. ഇനി ഓടുന്നതിനിടയില് കുറച്ചുകൂടെ തിളക്കമുള്ള മാണിക്യം കിട്ടിയാലോ? എന്റെ പൊന്നെ, ഇനി ഇതിന്റെ പേരിൽ അടുത്ത കരച്ചിലും ബഹളമൊന്നും വേണ്ട. ഇനി ഒരു മാണിക്യവും വേണ്ട, വൈഡൂര്യവും വേണ്ട. ഇത് തന്നെ ധാരാളം. ആ, അമ്മക്കുട്ടി അച്ഛന്ന് വരുന്നുണ്ട്. എന്റെ പൊന്നെ, എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴെങ്കിലും ഈ അമ്മക്കുട്ടിയുടെ കാര്യം ഒന്നും പറയാതെ കുറച്ച് സമയം എനിക്ക് മാത്രമായിട്ട് താ.
ആ ഇതാണ് ടെലിപ്പതി. ദേ വിളിക്കുന്ന അമ്മക്കുട്ടി. ആണോ? അമ്മക്കുട്ടി, മോളു എങ്ങനെയുണ്ടടാ ചക്കിക്കുട്ടി? എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ വിപിൻ ചേട്ടനോട് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു. എപ്പോഴും അമ്മക്കുട്ടി അച്ഛൻ ഇങ്ങോട്ട് വരുന്നേ? ആ, ഞങ്ങൾ ഇത്തിരി കഴിയുമ്പോ ഇറങ്ങും മോളെ. മുത്തശ്ശി ഞങ്ങളുടെ ഇവിടെ വരുന്നുണ്ട്. ആണോ? മുത്തശ്ശിയെ കൂടി കൊണ്ടുവരണമെന്ന് ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. അച്ഛക്കൊന്ന് ഫോൺ കൊടുത്തേ. ദാ ഞാൻ കൊടുക്കാം. ചക്കി മോളെ, മോൾക്കവിടെ സന്തോഷമാണെന്ന് ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി. അച്ഛയുടെ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ചക്കിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരണോ? ഞങ്ങള് ചോക്ലേറ്റോ സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും വേണ്ട അച്ഛൻ. ആ വാങ്ങിച്ചു തരാൻ ഇപ്പൊ അവിടെ ഒരാളുണ്ടല്ലോ അല്ലേ? വിപിനൊന്ന് ഫോൺ കൊടുത്തേ മോളെ, ഞാൻ സംസാരിക്കട്ടെ. ആ അച്ഛാ, സംസാരിക്കണമെന്ന്. ഹലോ. ആ പറയച്ച. ആ വിപിനെ, അവര് കുറച്ച് കഴിയുമ്പോ വരും. സന്തോഷമായിട്ട് വേണം അവരിവിടെ നിന്ന് പോവാൻ, കേട്ടോ? നമ്മൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിക്കില്ല അല്ലേ നന്ദേട്ടാ? ആ അവർക്ക് സന്തോഷം അവിടെ. അവൾക്ക് സന്തോഷമല്ലേ വരൂ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരല്ലേ നമ്മള്. അപ്പോ നമ്മുടെ മോൾക്കും ദൈവം സന്തോഷം മാത്രമേ കൊടുക്കൂ. താൻ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കാട് കയറണ്ട. കുതിരപ്പന്തിയിലേക്ക് പോകാൻ റെഡിയാവും നോക്ക്. ആ പെങ്കൊച്ചു പോയതോടെ ഈ വീട്ടിലൊരു മുറി ഒഴിഞ്ഞു. ഞാൻ ഇവിടെ അങ്ങ് താമസിച്ചാ പോരെ. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുന്നേ? പിന്നെ പെട്രോളിന്റെ വിലയാണെങ്കിൽ ഓരോ ദിവസം മേലോട്ടാ, നമ്മുടെ ശമ്പളം ആണെങ്കിൽ താഴോട്ടും. ശകലം ശമ്പള വർധനയൊക്കെ ചോദിക്കണം. ചോദിച്ച എന്നെ പറഞ്ഞു വിട്ടാലോ എന്ന് കരുതി ചോദിക്കാത്തതാ. ആ അല്ലെങ്കിൽ പിന്നെ ചോദിക്കാം. നീ എന്താ പെറുവിറുത്തോണ്ട് വരുന്നത്? 60 വയസ്സ് കഴിഞ്ഞോ നിനക്ക്? പെറുവിറുക്കാനേ 60 വയസ്സ് കഴിയണോന്നൊന്നും ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്റെ ശങ്കരമ്മച്ചി. എന്തു പറഞ്ഞാലും പിന്നെ തറുതലേ പറയൂ. പിന്നെ ശങ്കരമ്മച്ചി, ഞാൻ ഇന്നലെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്തായിരുന്നു. എന്താ? നമ്മുടെ അനുക്കുട്ടിയുടെ അമ്മായിയമ്മയില്ലേ, എന്തോന്ന് അവരുടെ പേര്? ആ വിജയലക്ഷ്മി. അവരെ വിജയലക്ഷ്മി അല്ല, പിന്നെ അവരെ ഒരു പരാജയലക്ഷ്മിയാ. ജീവിതത്തിൽ മൊത്തത്തിൽ പരാജയപ്പെട്ടു. കേട്ടോ? പറഞ്ഞാലല്ലേ കേൾക്കാൻ പറ്റൂ. എന്താ? ആങ്ങളെ വിളിച്ചിരുന്നു. ദിവ്യമോളും പ്രതാപനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിരുന്നിന്. ഇതാണോ വലിയ കാര്യം? 10 വർഷം കൂടി ഗൾഫിൽ നിന്ന് വരുന്നതൊന്നും അല്ലല്ലോ. ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ വന്നുപോയത്. അല്ല, അതിനിപ്പോ നമ്മൾ എന്ത് വേണമെന്നാ നീ പറയുന്നത്? നല്ല ഒന്നാം തരം ഒരു സദ്യ ഒരുക്കണം. ഒട്ടും കുറയാൻ പാടില്ല. ആങ്ങളയുടെ വീട്ടിൽ നിന്ന് നമ്മൾ നിശ്ചയത്തിന് കഴിച്ചില്ലേ, അതിനേക്കാൾ വലിയൊരു സദ്യ. അത് കൊള്ളാം. നമ്മുടെ മോക്ക് പിന്നെ എല്ലാം വെച്ചുണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് നിന്ന നിപ്പി സദ്യ റെഡിയാവും. എനിക്ക് വെച്ചുണ്ടാക്കാൻ അറിയാവോ ഇല്ലയോ എന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം. അല്ല, ധൃതി പിടിച്ച് അവരിങ്ങോട്ട് വരുന്നത് എന്തിനാ? ആ ജസ്റ്റിസിന്റെ ബന്ധുവീട്ടിലേക്കല്ലേ അവരാദ്യം പോണ്ടത്? അതെന്താ അവരിങ്ങോട്ട് വന്നാ എന്താ കുഴപ്പം?
അവർക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ ഇത്. ഓ, അപ്പൊ അടിക്കടി വന്ന് അവകാശം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള വരവാണല്ലേ? കൊള്ളാം, വരട്ടെ. അച്ഛാ, അമ്മേ, എന്താടാ? അനുവിന്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിങ്ങോട്ട് വരുന്നുണ്ട് വിരുന്നിന് ക്ഷണിക്കാനായിട്ട്. ആഹാ. ഓ, വിരുന്ന്. അമ്മ കേട്ടോ ഞാൻ പറഞ്ഞത്? ആ, കേട്ടു. ആരെങ്കിലും വരട്ടെ, അതിനിപ്പോ ഞാനെന്ത് വേണം? തുള്ളിച്ചാടണോ? അതോ നെറ്റിപ്പട്ടം കെട്ടി ആനയും താലപ്പൊലിയൊക്കെ ഒരുക്കണോ? എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. നീ ഒന്നും ചെയ്യണ്ട, നിന്റെ നാവടക്കി വെറുതെ ഇരുന്നാ മാത്രം മതി. വരുന്നതേ അവന്റെ ഭാര്യ വീട്ടിന്നാ, മനസ്സിലായോ? നിന്റെ ആങ്ങളയുടെ വീട്ടിൽ നിന്ന് വരുന്നതിന്റെ അത്ര ആവേശമൊന്നും നീ കാണിക്കണമെന്നില്ല. എന്നാലും മാന്യമായിട്ടും മര്യാദയ്ക്കും പെരുമാറണം. പറഞ്ഞത് കേട്ടോ? സർ, ഞാനെത്തി. വാ ആന്റണി. സർ, ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കിയായിരുന്നു. സംഗതി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും സീരിയസ് ആണ്. സർ, നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം. സൂക്ഷിച്ചേ പറ്റൂ. ആന്റണി പൊയ്ക്കോ. ശരി സർ. സൂക്ഷിക്കണം. ഇടത്തും വലത്തും മുന്നിലും പിന്നിലും കണ്ണുകളുണ്ടാവണം. ആന്റണി പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ഒരുപാട്. നമുക്ക് ചുറ്റും ശത്രു ഒരു പത്മവ്യൂഹം തീർത്തിട്ടുണ്ട്. ആന്റണിക്കറിയാമല്ലോ, ഈ യുദ്ധത്തിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ.